ജിസ്മി, ഞാൻ വൈക്കം ചെമ്പിൽ നിന്ന് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് 30-ാം തീയതിയാണ്. എനിക്ക് ആദ്യമായിട്ട് ഇവിടെ പറയാനുള്ളത് ഈ ഉടമ്പടി മൂലം എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളാണ്. എനിക്ക് ആദ്യമായിട്ട് 40 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പോക്കുവരത്ത് ചെയ്യാതെ കിടക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് കഴിഞ്ഞതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എനിക്ക് സർവ്വ കാര്യങ്ങളും സ്ഥലത്തിൻ്റെ പോക്കുവരത്ത് ചെയ്ത് എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഭാഗം നടന്നിട്ടില്ലായിരുന്നു. അപ്പം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് അത് ഒരു 1.5-2 മാസത്തിനുള്ളിൽ തന്നെ അത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ട് ആയി. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങളുടെ പേര് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥലം കിട്ടുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഇട്ട് ഞാൻ ആ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് വേഗം ആ സ്ഥലം ഞങ്ങളുടെ പേരിലോട്ടായി കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജോലിയിലാണെങ്കിൽ ഞങ്ങൾക്ക് സാലറി കൂട്ടുന്നത് എപ്പോഴും കുറച്ചായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു 2 ദിവസത്തിനകം എനിക്ക് ഒരു 4 വർഷം കൊണ്ട് കൂട്ടുന്ന സാലറി എനിക്ക് ഒരു ഒറ്റ മാസത്തിൽ തന്നെ എനിക്ക് ആ സാലറി കൂട്ടി കിട്ടി. പിന്നെ അതുപോലെ എൻ്റെ ഒരു 2 പ്രാവശ്യം പാമ്പിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കല്ല് എടുത്ത് ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. ആ കല്ലിൻ്റെ ഉള്ളിൽ 2 വളകഴപ്പം പാമ്പുണ്ടായിരുന്നു. ഞാൻ അതിനിങ്ങനെ കൈ ടച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കുക, പക്ഷേ എനിക്കൊന്നും പറ്റിയിട്ടില്ല. മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഉടമ്പടി എടുത്തവളിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ആ പാമ്പിനെ 2 എണ്ണത്തിനെ ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് പോയത്. ആ കല്ല് താഴെ ഇട്ടപ്പോൾ അതിനകത്ത് 2 വളകഴപ്പം പാമ്പാണ് ചാടി വന്നത്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നതിനായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30-ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലുന്നതിനായിട്ട് പോയപ്പോൾ ഞാൻ തിരിയെടുത്ത് കത്തിക്കാനായിട്ട് ഇരുട്ടത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇരുട്ടത്ത് ഞാനങ്ങ് പോകുമ്പം എൻ്റെ മുമ്പിൽ ഒരു അണലിപ്പാമ്പ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലെടുത്ത് വെക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിലാണ് ചവിട്ടാനായിട്ട് പോയത്. പക്ഷേ തക്ക സമയത്ത് തന്നെ മാതാവ് എന്നെ കൃത്യം അത് കാട്ടിത്തന്ന്. അങ്ങനെ 2 തവണ എന്നെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി. കാരണം മാതാവിൻ്റെ പിന്നെ എനിക്ക് ഭയങ്കരമായ ശക്തമായ മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുവേദന വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് ആ മുട്ടുവേദന എങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മുട്ടുവേദന വന്നിട്ടില്ല. അതുപോലെ എൻ്റെ മോൻ എപ്പോഴും രാത്രിയിൽ ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് പിച്ചും പേയും ഇങ്ങനെ പറഞ്ഞ് ഓടി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടി. അതുപോലെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് വരെ കുഞ്ഞങ്ങനെ ഓടി നടക്കാനൊരു ഇട വന്നിട്ടില്ല. അങ്ങനെ മാതാവ് ഓരോ കാര്യങ്ങളിലും എൻ്റെ കൂടെ നടന്ന് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ കൂടുതലും ഞാൻ അക്രൈസ്തവർക്കാണ് കൊടുത്തത്. അതുപോലെ എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും ഞാൻ അവരോട് കിട്ടിയ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ പത്രം കൊടുത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പോകണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പാവങ്ങൾക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. നമ്മൾ സമയത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമയത്തിൽ ദൈവം ഇടപെടുകയാണ്. കനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് ആ കുടുംബത്തിൻ്റെ ദൗർഭാഗ്യപരമായ ഒരു നിമിഷത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. ഇതുപോലെ തന്നെയാണ് അമ്മയോട് അടുത്ത് നിൽക്കുന്ന ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിലും അമ്മ ഇടപെടുന്നത്. 40 വർഷമായിട്ട് പോക്കുവരവും നടത്താൻ പറ്റാതിരുന്ന ആ സ്ഥലം പിന്നെയും അങ്ങനെ തന്നെ കിടക്കേണ്ട ഒരവസ്ഥ ഉള്ളപ്പോൾ അമ്മ ഇടപെട്ടപ്പോൾ പെട്ടെന്നാവുകയാണ്. അതേപോലെ തന്നെ ശമ്പളത്തിൻ്റെ വർധന പറയുമ്പോൾ വളരെ സ്ലോ ആയിരുന്നൊരു കാര്യം ഉടമ്പടി എടുത്തപ്പോൾ 2 ദിവസം കൊണ്ട് വർധനയുണ്ടാവുന്നു. അതും 4 വർഷം കൊണ്ടൊക്കെ കിട്ടേണ്ട വർധന ആ 2 ദിവസം കൊണ്ട് ഉണ്ടാവുന്നു. നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ ദൈവം ഇടപെടുകയാണ്. പരിശുദ്ധ അമ്മ ആ സമയത്തിൽ ദൈവത്തെ ഇടപെടുത്തുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗമാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.